ഗതകാലത്തിന്റെ വറുതിയിലും ഓണത്തെ വരവേൽക്കാൻ പാണന്മാർ ഓണപ്പാട്ടുമായി രംഗത്ത്. തിരുവോണ നാളിലാണ് പാണന്മാരുടെ തൊഴിലുണർത്ത് പാട്ട്. പട്ടിണിയുടെയും ജന്മിക്കുടിയാൻ വ്യവസ്ഥകളുടെയും ഇടയിൽ സമൂഹം നൽകിയ അധികാരം ഇന്നും അന്യം നിന്നു പോകാതെ ഇവർ കാത്തുസൂക്ഷിക്കുന്നു. കേരള പൈതൃകത്തെ പഠനവിധേയമാക്കുമ്പോൾ ഉത്രാടനാളിലെ പാണന്മാരുടെ തൊഴിലുണർത്തുപാട്ടിന്റെ പ്രാധാന്യം ഏറെയാണ്. പരമശിവനും പാർവതിയും തമ്മിലുള്ള ചൂതുകളിൽ തുടർച്ചയായി പരാജയപ്പെട്ട പാർവതി കരുവെടുത്ത ശിവനെ എറിഞ്ഞു. ഏറുകൊണ്ട് ബോധരഹിതനായ ശിവനെ ഉണർത്താൻ പലരും ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നപ്പോൾ പാണ സമുദായത്തിൽപ്പെട്ട തിരുവരങ്ങത്ത് പാണന്മാർ തുടികൊട്ടിപ്പാടി ശിവനെ ഉണർത്തി എന്നാണ് ഐതിഹ്യം. ഈ സ്മരണ നിലനിർത്താനാണ് ഇന്നും ഉത്രാടനാളിൽ പാണ സമുദായത്തിൽപ്പെട്ടവർ ഓണവില്ലുമായി തുടികൊട്ടിപ്പാടി വീട് വിടാന്തരം കയറി ഇറങ്ങുന്നത്. വീടുകളിൽ നിന്നും പാടി കിട്ടുന്ന അരിയും എണ്ണയും ഉപയോഗിച്ചാണ് പാണന്മാരുടെ തിരുവോണാഘോഷം. ദേശം കണക്കാക്കിയാണ് പാണന്മാർ വീടുകൾ കയറുന്നത്. പാരമ്പര്യമായി ലഭിച്ച ഈ കല അന്യം നിന്നു പോകാതെ ഇന്നും കാത്തുസൂക്ഷിച്ചു പോരുകയാണ് മലപ്പുറം കോട്ടക്കലിലെ കുട്ട്യാത്തയും കുടുംബവും. എൻ്റെ അച്ഛൻ്റെ കാലത്തുള്ള ഒരു ഓർമ്മ ഉണ്ട്. ഇത് അവിടുന്ന് മുതൽ തുടങ്ങിയതാണ്. ഇപ്പോൾ ഈ വില്ല് കൊട്ടലും ഞങ്ങളിത് നിർമ്മിക്കലും പിന്നെ അതങ്ങനെ തലമുറയായിട്ട് അങ്ങനെ കൈമാറി ഇതാ ഇപ്പോൾ ഈ തലമുറയിൽ ഇങ്ങനെ ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട്, കുറേ പിന്നെ വീട്ടുകാരുണ്ട്. ഇത് ഞങ്ങളിങ്ങനെ ഓണത്തിന് ഇങ്ങനെ ഇരുന്ന് കൊട്ടും. ഏറെ നാളത്തെ പ്രയത്നത്തിലൂടെയാണ് ഇവർ തൊഴിലുണർത്തുപാട്ടിന് ഉപയോഗിക്കുന്ന ഓണവില്ലുകൾ നിർമ്മിച്ചെടുക്കുന്നത്. ഓടമുള, കവുങ്ങ്, പന എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മാണം. തൊഴിലുണർത്തുപാട്ടുമായി ഇവർക്ക് ഏതു വീട്ടിലും കയറി ചെല്ലാം. കുടുംബനാഥനെയും ദൈവത്തെയും സ്തുതിക്കാം. അർഹതപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ കളിയാക്കി പാടാനുള്ള അവകാശവും ഈ പാണന്മാർക്കുണ്ട്. കാലം കടന്നു പോകുന്തോറും കേരളീയ സംസ്കാരത്തിന്റെ ഭാഗമായ ഇത്തരം ആചാരങ്ങൾ മൺമറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വരും തലമുറയുടെ ഓർമ്മകളിലെങ്കിലും ഇത്തരം കാഴ്ചകൾ ഉണ്ടായിരിക്കട്ടെ. നിഖിൽ പ്രമേഷ്, ടിവി ന്യൂസ്, മലപ്പുറം.